വിശിഷ്ടാതിഥികൾ വരുന്നത് പ്രമാണിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന്റെ പാചകക്കാരനോട് വ്യത്യസ്ത തരത്തിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായി ആവശ്യപ്പെട്ടു. രാജാവിന്റെ കൽപ്പന പ്രകാരം വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി രാജാവിന് രുചിക്കാനായി കൊടുത്തു പാചകക്കാരൻ. പക്ഷേ ഭക്ഷണം രുചിച്ച രാജാവിന് ഒരു ഭക്ഷണവും ഇഷ്ടപ്പെട്ടതുമില്ല. അതുപോലെ തന്നെ പാചകക്കാരനെ വിമർശിക്കുകയും ചെയ്തു. എന്നിട്ട് ശകാരത്തോടെ രാജാവ് പറഞ്ഞു, ഇതുവരെ ആരും കഴിക്കാത്തൊരു ഭക്ഷണം പെട്ടെന്ന് പോയി ഉണ്ടാക്കാൻ. അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുന്ന പാചകക്കാരൻ കാണുന്നത് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയതിന്റെ ബാക്കി വന്ന കുറെ പച്ചക്കറി കഷ്ണങ്ങൾ മാത്രമാണ്. അദ്ദേഹം ആ പച്ചക്കറി കഷ്ണത്തിനെ മുഴുവൻ ഒരു ഉരുളിയിലിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് തേങ്ങയും ജീരകവും തൈരും പച്ചമുളകും കൂടെ അരച്ചൊഴിച്ച് അതിൻ്റെ നേരെ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടു. അപ്പോൾ അതാ ഗുമ മണം. അങ്ങനെ മണത്ത് അടുക്കളയിൽ വന്ന് നോക്കിയ രാജാവ് കാണുന്നത് നമ്മുടെ വിഭവമായ അവിയൽ തയ്യാറായി ഇരിക്കുന്നതാണ്. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ച കഥയാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിയൽ ഉണ്ടായത്.